Hi friends, welcome back to vidyas rasoi. ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ കുക്കിംഗ് ആണ്. നമുക്ക് ചിക്കനെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യുന്നതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് ഗാർലിക് എടുത്തിട്ടുണ്ട്, ഗ്രീൻ ചില്ലി ഉണ്ട്, പുതിന ലീഫ്, കേർഡ് എടുത്തിട്ടുണ്ട്, ജിഞ്ചർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 750 ഗ്രാമോളം ചിക്കനും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊന്ന് അരച്ചു കൊണ്ടുവരട്ടെ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ചിക്കനെ ബേക്ക് ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മളിതിനകത്ത് പ്രത്യേകിച്ച് ഓയിലും ഇതൊന്നും തന്നെ ചേർക്കുന്നില്ല. വളരെ ഹെൽത്തിയാണ്. അതുകൊണ്ട് ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പുരട്ടി റെഡിയാക്കി വെക്കാം. ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ വെച്ചിരിക്കണം ഇത്. എങ്കിൽ മാത്രമേ നമ്മൾ വേറെ സ്പൈസസ് ഒന്നും ഇടാത്തത് കൊണ്ട് അപ്പോൾ ഈ പുതിനയുടേതും ഗ്രീൻ ചില്ലിയുടെയൊക്കെ ഒരു ടേസ്റ്റൊക്കെ ഈ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടി ഒരു 2 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് വെക്കണം. തലേദിവസം വെച്ചാൽ ഒന്നും കൂടി നല്ലത്, കുറച്ചുകൂടെ ടേസ്റ്റ് ആകും. അപ്പോൾ ഇത് ഞാനൊരു ബേക്കിംഗ് ട്രേയിലൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓവനാണെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഒരു 5 മിനിറ്റ്സ് 200-ൽ. ഇനി ഞാൻ ടെമ്പറേച്ചറൊക്കെ കുറച്ചിട്ട് ഒരു 150-ലാണ് ഇടുന്നത്. ഒരു 25 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കന് ബേക്കായി കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ഇത് ഓവനൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗ്രില്ല് ചെയ്യുന്നതിനേക്കാളും വളരെ ടേസ്റ്റാണ് നമ്മളൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നതിന്. കുറച്ച് ഡ്രൈ ആയിട്ട് വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റാണ്. നമുക്കപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു കുറച്ച് ഹോട്ടായിട്ടൊക്കെ ഉള്ള സോസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ റെഡ് ചില്ലിയൊക്കെ വെച്ചിട്ടുള്ള സോസൊക്കെ ഉപയോഗിക്കാമെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. ഇത് ഏറ്റവും ഇതായിട്ടുള്ളത് വെയിറ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്നവർക്കൊക്കെ ഓയിൽ ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് ചിക്കനെയൊക്കെ ബേക്ക് ചെയ്തെടുക്കാം. വെജിറ്റബിൾസും എല്ലാം ഇതുപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ട് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓയിൽ ഫ്രീ ചിക്കനാണ് നമ്മുടെ. ഒരു തുള്ളി പോലും ഓയിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന് ഞാൻ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റട്ടെ. കണ്ടില്ലേ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ പിന്നെ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ തരണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനുമായിട്ടും ആരും മറക്കരുത്. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ നമ്മൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ റെഡ് ചട്നിയുടെ വീഡിയോസ് ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും ഇതിന് ഓവനൊക്കെ ഉള്ളവർ ഇത് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.